നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ റെക്കോർഡ്. ഇത്തവണ വിറ്റത് 543 കോടി രൂപയുടെ മദ്യം. മൂന്നാറിൽ വീണ്ടും റേഷൻ കട തകർത്ത് പടയപ്പ്. 3 ചാക്ക് അരി തിന്ന് മടക്കം. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 140 കോവിഡ് കേസുകൾ, മരണം 2. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. കിഫ്ബിക്ക് കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ, കർശന നിയന്ത്രണത്തിന് ധാരണ. വാർത്തകൾ വിശദമായി. ക്രിസ്മസ് പുതുവത്സര മദ്യവിൽപ്പനയിൽ ഇത്തവണയും റെക്കോർഡ്. ഇത്തവണ ആകെ വിറ്റത് 543 കോടി രൂപയുടെ മദ്യം. ഇന്നലെ മാത്രം വിറ്റത് 94.5 കോടി രൂപയുടെ മദ്യമാണ്. പുതുവത്സരത്തിൽ ഏറ്റവും കൂടുതൽ മദ്യം വിറ്റത് തിരുവനന്തപുരം പവർ ഹൗസ് റോഡ് ഔട്ട്ലെറ്റിലാണ്. കഴിഞ്ഞ വർഷം നടന്നത് 516.26 കോടി രൂപയുടെ മദ്യവിൽപ്പനയാണ്. സംസ്ഥാനത്ത് ഇത്തവണയും ക്രിസ്മസിന് റെക്കോർഡ് മദ്യവിൽപ്പന നടന്നു. 3 ദിവസം കൊണ്ട് വെബ്കോ ഔട്ട്ലെറ്റ് വഴി 154.77 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇന്നലെ മാത്രം 70.73 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് തലേന്ന് 69.55 കോടി രൂപയുടെ മദ്യം വിറ്റിരുന്നു. ഈ വർഷം ഡിസംബർ 22, 23 തീയതികളിൽ 84.4 കോടി രൂപയുടെ മദ്യവും വിറ്റഴിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 75.41 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. ഇത്തവണ ഏറ്റവും കൂടുതൽ വിൽപ്പന ചാലക്കുടി ഔട്ട്ലെറ്റിലാണ് നടന്നത്. ഇത്തവണ ചാലക്കുടിയിൽ 63,85,290 രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. മൂന്നാറിൽ വീണ്ടും റേഷൻ കട തകർത്ത് കാട്ടുകൊമ്പൻ പടയപ്പ്. പെരിയാവര എസ്റ്റേറ്റിലെ 49 റേഷൻ കടയാണ് തകർത്തത്. പ്രദേശത്ത് വന്യജീവി ശല്യം രൂക്ഷമെന്ന് നാട്ടുകാർ. പുതുവർഷത്തിൽ മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിന് അറുതിയില്ല. ജനവാസ മേഖലയിലെത്തിയ പടയപ്പ പെരിയാവര എസ്റ്റേറ്റിലെ റേഷൻ കട ഭാഗികമായി തകർത്തു. 3 ചാക്ക് അരിയും കഴിച്ച ശേഷമാണ് കാടിറങ്ങിയത്. കഴിഞ്ഞ ദിവസം ലാക്കാട് എസ്റ്റേറ്റിലെ റേഷൻ കട പടയപ്പ തകർത്തിരുന്നു. കാട്ടാന ശല്യം പരിഹരിക്കാൻ വനവകുപ്പ് ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 140 കോവിഡ് കേസുകൾ. നിലവിൽ ചികിത്സയിലുള്ള രോഗികളുടെ എണ്ണം 1869 ആണ്. ഇന്ത്യയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 636 കോവിഡ് കേസുകളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കോവിഡ് കേസുകളിൽ രാജ്യത്ത് 3 മരണം റിപ്പോർട്ട് ചെയ്തു. ഇതിൽ 2 എണ്ണം കേരളത്തിലാണ്. 3ാമത്തെ മരണം തമിഴ്നാട്ടിൽ. കഴിഞ്ഞ ദിവസം മാത്രം റിപ്പോർട്ട് ചെയ്ത കോവിഡ് കണക്കുകളിൽ കൂടുതലും കർണാടകയിലാണ്. ഒമിക്രോൺ JN1 വകഭേദങ്ങൾ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലടക്കം പരിശോധനയും തുടരുന്നുണ്ട്. കേന്ദ്രത്തിന്റെ കടുംവെട്ടിനൊപ്പം കടുത്ത പ്രതിസന്ധി കൂടിയതോടെ കിഫ്ബിക്ക് കടിഞ്ഞാണിടാൻ സംസ്ഥാന സർക്കാർ. അനുമതി നൽകിയ പദ്ധതികൾക്കുള്ള ധനസമാഹരണം പോലും പ്രതിസന്ധിയിലായിരിക്കെ കിഫ്ബി ഫണ്ട് വിനിയോഗത്തിൽ കർശന നിയന്ത്രണം കൊണ്ടുവരാനാണ് ധാരണ. 82,342 കോടി രൂപയുടെ 1073 പദ്ധതികൾക്കാണ് കിഫ്ബി ഇതുവരെ അനുമതി നൽകിയിട്ടുള്ളത്. വായ്പാ പരിധിയിൽ കടുംവെട്ട്. പ്രതിസന്ധിയിൽ നിന്ന് പ്രതിസന്ധിയിലേക്ക് സാമ്പത്തിക അവസ്ഥ കൂപ്പുകുത്തിയിട്ടും 1 ഇഞ്ച് കനിയാതെ കേന്ദ്രം. അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബിയും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനിയും സമാഹരിക്കുന്ന തുക സംസ്ഥാനത്തിന്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയെന്ന് മാത്രമല്ല, അതിന് കേന്ദ്രം മുൻകാല പ്രാബല്യം കൂടി ഏർപ്പെടുത്തിയതോടെ സമ്പദ് വ്യവസ്ഥ നിലയില്ലാ കയത്തിലാണ്. കാര്യം ഇത്രയും വിശദീകരിച്ചാണ് സംസ്ഥാന സർക്കാർ കിഫ്ബിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്.